ഹരിയോ സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ലകാരങ്ങൾ 5 ലകാരങ്ങളുടെ ഒരു ധാതു വെച്ചിട്ട് 5 ലകാരങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഇന്ന് ഒരു ധാതുവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബൈ ഹാർട്ടാകും. ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൃ ധാതുവാണ്. കൃ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ഡു, ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കൃ ധാതു. ആ കൃ ധാതുവിൻ്റെ 5 ലകാരങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കൃ ധാതു ലട്ട് എന്തിനെ കാണിക്കുന്നു? വർത്തമാനകാലം, പ്രസൻറ്റൻസ് ആണല്ലേ. അപ്പം ലട്ടിൽ വരുമ്പം പ്രഥമപുരുഷൻ കരോതി കുരുതഃ കുർവന്തി, മധ്യമപുരുഷൻ കരോഷി കുരുതഃ കുരുധ, ഉത്തമപുരുഷൻ കരോമി കുർവഹ കുർമഹ. ഇപ്പോൾ കരോതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നോക്കിക്കൊള്ളൊരു ഉദാഹരണം. സഹ യഥാശക്തി കാര്യം കരോതി. സഹ അവൻ യഥാശക്തി എന്ന ശക്തിക്കനുസരിച്ച്, ശക്തി അനതിക്രമ്യ എന്നൊക്കെ പറയാം, ശക്തിക്കനുസരിച്ച് കാര്യം കരോതി, കാര്യം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ കരോതി വന്നു. തൗ ആണെങ്കിലോ കുരുതഹ വരും, തേ ആണെങ്കിൽ കുർവന്തി വരും. അപ്പോൾ കുർവന്തിക്ക് നോക്കി ഉദാഹരണം. കൃഷകാഹ കൃഷിം കുർവന്തി. കൃഷകാഹ കൃഷിക്കാർ, കൃഷിം കൃഷിയെ, ദ്വിതീയ വിഭക്തിയാണ്, കൃഷിയെ കുർവന്തി ചെയ്യുന്നു. അപ്പോൾ അവിടെ ബഹുവചനം വന്നില്ലേ. പിന്നെ വേറൊന്ന് ജനാഹ നിത്യം സ്നാനം കുർവന്തി. ജനങ്ങൾ നിത്യം ദിവസവും സ്നാനം കുർവന്തി, കുളി പ്രവൃത്തി ചെയ്യുന്നു എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാണ് പ്രഥമ പുരുഷൻ. ഇനി മധ്യമ പുരുഷനോട്ട് വരുമ്പം കരോഷി കുരുതഃ കുരുധ. അപ്പോൾ ത്വം കിം കരോഷി, ത്വം നീ എന്ത് ചെയ്യുന്നു. മധ്യമ പുരുഷനാകുമ്പോഴത്തേക്ക് എന്താണ്? ത്വമാണ് വരുന്നത്, സെക്കൻഡ് പേഴ്സൺ. ത്വം കിം കരോഷി. അതുപോലെ യുവാം കിം കുരുതഃ, യൂയം കിം കുരുധ. അപ്പം ത്വം യുവാം യൂയമാണ് ഇവിടെ വരുന്നത്. അത് മധ്യപുരുഷൻ വന്നപ്പോൾ അഹം ആവാം വയമാണ് വരുന്നത്. അതിൻ്റെ ഉദാഹരണം അഹം ആഗതാനാം സ്വാഗതം കരോമി. അഹം ഞാൻ, ആഗതാനാം വരുന്നവരുടെ സ്വാഗതം. ആഗതാന എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഷഷ്ടി ബഹുവചനമാണ്. സ്വാഗതം കരോമി, അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് കാണിക്കുകയാണ്. അത് അപ്പോൾ അവിടെ അഹമായി. ആവാമാണെങ്കിലോ സ്വാഗതം കുർവഹ, വയമാണെങ്കിലോ സ്വാഗതം കുർമഹ. അപ്പോൾ ഈ ലട്ട് അങ്ങനെ കഴിഞ്ഞു. അടുത്ത് വരുന്നത് ലങ് ആണ്. ലങ് പാസ്റ്റൻസ് ആണല്ലേ. ലങ് പാസ്റ്റൻസിനെ കാണിക്കുന്നു. അത് നോക്കൂ. അകരോ അകുരുതാം അകുർവൻ, അകരോഹോ അകുരുതം അകുരുത, അകരവം അകുർവ അകുർമ. അപ്പോൾ അവിടെ നോക്കൂ ഉദാഹരണം. വീരഃ സ്വശക്തേഃ പ്രദർശനം അകരോത്. വീരഃ സിംഗുലറാണ്. വീരൻ സ്വശക്തേ, സ്വന്തം ശക്തിയുടെ പ്രദർശനം ചെയ്തു. വീരഃ പ്രദർശനം അകരോ. അപ്പം വീരവും പ്രദർശനം അകുരുതാം, വീരാഹ പ്രദർശനം അകുർവൻ. അതിൻ്റെ ബഹുവചനവും വന്നു. മനസ്സിലായില്ലേ. അപ്പം പ്രഥമ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇനി അടുത്ത മധ്യമ പുരുഷൻ വന്നപ്പോൾ അകരോഹോ അകുരുതം അകുരുത. ത്വം തത്ര കിം അകരോഹോ, ത്വം നീ, തത്ര അവിടെ, കിം അകരോഹോ എന്ത് ചെയ്തു. അപ്പോൾ ത്വം വന്നു. യുവാം വരുമ്പോഴോ യുവാം കിം അകുരുതം, എന്ത് ചെയ്യുന്നു, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു. യൂയം കിം അകുരുത, നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉത്തമ പുരുഷൻ വന്നപ്പോൾ അകരവം അകുർവ അകുർമ. അകരവം എന്ന് നോക്കിക്കോളൂ. ഇവിടെ അകുർമ വരുന്നത്. വയം ദേവാനാം സഹായതാം അകുർമ. വയം ദേവാനാം സഹായതാം, ഞങ്ങൾ ദേവന്മാരുടെ ദേവാന എന്നുള്ളത് ഷഷ്ടി ബഹുവചനം, ദേവന്മാരുടെ സഹായത്തെ അകുർമ ചെയ്തു. അപ്പോൾ അഹമാണെങ്കിലോ അഹം സഹായം അകരവം, ആവാം സഹായം അകുർവ, വയം സഹായം അകുർമ. അപ്പോൾ അതാണ് പാസ്റ്റ് ടെൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഋട്ടാണ്. ഋട്ട് ഇത് നമ്മൾ മറ്റതുപോലെ തന്നെ ഗമിഷ്യതി ഗമിഷ്യതഃ ഗമിഷ്യന്തി, അതുപോലെ മാറ്റം അധികം വരുന്നില്ല. കരിഷ്യതി കരിഷ്യതഃ കരിഷ്യന്തി.
മധ്യമപുരുഷൻ കരിഷ്യസി, കരിഷ്യതഃ, കരിഷ്യഥ. ഉത്തമപുരുഷൻ കരിഷ്യാമി, കരിഷ്യാവഹ, കരിഷ്യാമഹ. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസാണ് അത് കാണിക്കുന്നത്, റിട്ട് ഫ്യൂച്ചർ ടെൻസാണ് കാണിക്കുന്നത്. അപ്പം നോക്കൂ, അതിൽ മാതാ ഭോജനം പാകം കരിഷ്യതി, മാതാവ് ഭോജനം പാകം കരിഷ്യതി, ഭോജനം ഉണ്ടാക്കും. അല്ലെങ്കിൽ സാ ഭോജനം പാകം കരിഷ്യതി, അവൾ ഭോജനം പാകം ചെയ്യും. ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അത് കഴിഞ്ഞിട്ട് മധ്യപുരുഷം ത്വം ഭോജനം കരിഷ്യസി, നീ ഭോജനം പാകം ചെയ്യും. ഇവിടെ അതുപോലെ യുവാം പാകം കരിഷ്യഥഃ, യൂയം പാകം കരിഷ്യഥ. അത് കഴിഞ്ഞിട്ട് ഉത്തമപുരുഷം വന്നപ്പോൾ കരിഷ്യാമി, കരിഷ്യാവഹ, കരിഷ്യാമഹ. അതെങ്ങനെ വന്നു? വയം ശീഘ്രമേവ ഭോജനം കരിഷ്യാമഹ. വയം ശീഘ്രമായി ഭോജനം കരിഷ്യാമഹ. അതിനു മുമ്പ് കരിഷ്യാമി ചേർത്തുണ്ടല്ലോ. അഹം തസ്യ ധന്യവാദം കരിഷ്യാമി, അഹം തസ്യ ധന്യവാദം കരിഷ്യാമി, ഞാൻ അവന്, തസ്യ എന്നുള്ള ഷഷ്ടിയാണ്, അവന് ധന്യവാദം ഞാൻ നന്ദി പ്രകടിപ്പിക്കുക, ധന്യവാദം കരിഷ്യാമി ചെയ്യും, ധന്യവാദം ചെയ്യും, നടത്തും അല്ലെങ്കിൽ ചെയ്യും. അത് കരിഷ്യാമി ഒന്ന്. അടുത്തത് കരിഷ്യാവയാണെങ്കിലോ ആവാം ധന്യവാദം കരിഷ്യാവഹ. ഇനി കരിഷ്യാമഹയാണ് ബഹുവചനം. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത് വയം ശീഘ്രമേവ ഭോജനം കരിഷ്യാമഹ. വയം ഞങ്ങൾ വളരെ വേഗം ആഹാരം കരിഷ്യാമഹ എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിയും എന്നുള്ളതാണ്. ഭോജനം കരിഷ്യാമഹ. അപ്പോൾ അത് കഴിഞ്ഞു, ഇരുട്ടും കഴിഞ്ഞു. ഇനിയുള്ളത് ലോട്ടാണ്. ലോട്ട് എന്തിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അനുവാദം, ആശീർവാദം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോട്ട് കാണിക്കുന്നത്. കരോതു, കൃ ധാതുവിൻ്റെ ലോട്ട് കരോതു, കുരുതാം, കുർവന്തു. കുരു മധ്യപുരുഷൻ കുരു, കുരുതം, കുരുത. ഉത്തമപുരുഷൻ കരവാണി, കരവാവ, കരവാമ. അപ്പോൾ ഇവിടെ കരോതു ഉച്ചത്തിൽ നോക്കിക്കോളൂ. കരോതുവിൽ ബഹുവചനം പറയാം. കരോതു, കുരുതാം, കുർവന്തു. സർവേ യോഗാഭ്യാസം കുർവന്തു. സർവേ എല്ലാവരും യോഗാഭ്യാസം കുർവന്തു, യോഗാഭ്യാസം ചെയ്യണം, ആജ്ഞാപിക്കുകയാണ്, ചെയ്യണം, ചെയ്തിരിക്കണം. അത് ലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് മധ്യപുരുഷം വന്നപ്പോൾ വിവാദം മാക്കുരു. വിവാദം ചെയ്യരുത്. വിവാദം എന്ന് പറഞ്ഞാൽ വഴക്ക്. വിവാദം മാക്കുരു, ചെയ്യാൻ പാടില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് കുരുതം, കുരുത ചേർത്ത് നോക്കിക്കോളൂ. ദുർജനേ ദയാ മാ കുരുത. ദുർജനേ ദയാ, ദുർജനത്തിൽ, ദുർജനങ്ങളിൽ ദയ മാ കുരു, ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അവിടെ കുരുതയാണ്. എങ്ങനെയാണ്? ആരോടാണ് പറയുന്നത്? യൂയം, നിങ്ങളോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടി. ത്വം നദീം ഗത്വാ സ്നാനം കുരു. ത്വം നദീം ഗത്വാ സ്നാനം കുരു, നീ നദിയിൽ പോയിട്ട് സ്നാനം ചെയ്യൂ. അത് കുരു ത്വമിന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എന്താണ്? ഉത്തമപുരുഷൻ കരവാണി, കരവാവ, കരവാമ. അഹം കരവാണി, ആവാം കരവാവ, വയം കരവാമ. അടുത്ത കൃ ധാതുവിൻ്റെ വിധിലിംഗ് നോക്കാം. വിധിലിംഗ് കുര്യാത്, കുര്യാതാം, കുര്യുഹു. മധ്യപുരുഷൻ കുര്യാഹ, കുര്യാതം, കുര്യാത. ഉത്തമപുരുഷൻ കുര്യാം, കുര്യാവ, കുര്യാമ. അപ്പോൾ ഇവിടെ കുര്യുഹയാണ് ബഹുവചനം. നോക്കിക്കോളൂ. തേ ഭൂകമ്പ പീഡിതാനാം സഹായതാം കുര്യുഹു. തേ ഭൂകമ്പ പീഡിതാനം. വിധിലിംഗിൻ്റെ അർത്ഥം ഏകദേശം ലോട്ട് പോലെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ തേ അവർ ഭൂകമ്പ പീഡിതാനാം, ഭൂകമ്പ പീഡിതർ, ഭൂകമ്പം ഉണ്ടായ സ്ഥലത്തുള്ള അനുഭവിച്ച ആളുകളെയാണ് ഭൂകമ്പ പീഡിതാനാം, ഷഷ്ടി ബഹുവചനം. പീഡിതന്മാരുടെ സഹായതാം, സഹായത്തെ, കുര്യുഹു ചെയ്യട്ടെ, അവർ ഭൂകമ്പ പീഡിതരായിട്ടുള്ളവരുടെ സഹായം ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് ബഹുവചനമായിട്ട് വന്നിരിക്കുകയാണ്. ഏകവചനമാണെങ്കിൽ കുര്യാത്ത് വരും. ഇവിടെ സഹയാണെങ്കിൽ കുര്യാത്ത് വന്നേനെ.
അടുത്ത മധ്യപുരുഷൻ കുര്യാഹ വരുമ്പോൾ നോക്കിക്കോളൂ. ത്വം സഹായം കുര്യാഹ, നീ സഹായം ചെയ്യണം, നീ സഹായം ചെയ്യണം എന്നുള്ള കുര്യാഹ മധ്യപുരുഷൻ. ആവാമാവുമ്പം കുര്യാതം, വയമാവുമ്പം അല്ല ആവമല്ല യുവാമാവുമ്പം കുര്യാതം, യൂയമാവുമ്പം കുര്യാത. ഇനി അടുത്തത് അഹമാവുമ്പോൾ അഹം തസ്യ സഹായം കുര്യാം, ഞാൻ അവൻ്റെ സഹായം അല്ലെങ്കിൽ അവന് സഹായം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇതാണെങ്കിൽ എന്ത് ചെയ്യും? ഉത്തമപുരുഷൻ ദ്വിവചനം ആവാം സഹായം കുര്യാവ, വയം സഹായം കുര്യാമ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ കൃ ധാതുവിൻ്റെയാണ്. കൃ ധാതു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നോക്കി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ദൃശ്യധാതു. വ്യത്യാസപ്പെട്ടുന്ന കുറേ ഉണ്ട് ഇവിടെ. ദൃശ്യധാതുവിൻ്റെ ലട്ട് വരുന്നത് പശ്യതി, പശ്യതി, പശ്യതഃ, പശ്യന്തി, മറ്റതുപോലെ തന്നെ പശ്യസി, അതുപോലെ. ബാക്കി ആ ലങ് വരുമ്പോൾ അപശ്യത്, അതും അതുപോലെ തന്നെ അപശ്യത്, അപശ്യതാം, അപശ്യൻ. പിന്നെ ലോട്ടാകുമ്പം പശ്യതു, പശ്യതാം, പശ്യന്തു. വിധിലിംഗ് പശ്യേത്ത്, ഇതുപോലെ പശ്യേത്ത്. ഇതിനെ കുറച്ച് വ്യത്യാസമായതുകൊണ്ട് ഞാൻ പ്രത്യേകം എഴുതി കാണിച്ചത്. ഇത് മറ്റേ ഗച്ഛേത്ത് ഇല്ലേ, അതുപോലെ തന്നെ. പക്ഷേ ഋട്ട് വരുമ്പോൾ മാത്രം കുറച്ച് വ്യത്യാസം. ദ്രക്ഷ്യതി, ദ്രക്ഷ്യതി, ദ്രക്ഷ്യതഃ, ദ്രക്ഷ്യന്തി. പിന്നെ ദ്രക്ഷ്യസി, ദ്രക്ഷ്യതഃ, ദ്രക്ഷ്യത. ദ്രക്ഷ്യാമി, ദ്രക്ഷ്യാവഹ, ദ്രക്ഷ്യാമഹ, ഇതുപോലെയാണ് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അത് നിങ്ങൾ ഇരുന്ന് എഴുതണം. ബാക്കി 3 ഓരോന്നിൻ്റെ 3 കാണുമല്ലോ, അത് എഴുതണം. അതടുത്തത് ലിഖ് ധാതു. ലിഖ് എന്ന് വെച്ചാൽ റൈറ്റ് എന്നുള്ളത്. അത് പിന്നെ ലട്ട് വരുമ്പോൾ ലിഖതി, ലിഖതി, ലിഖതഹ, ലിഖന്തി, അങ്ങനെ വരും. ലങ് വരുമ്പോൾ അലിഖത്ത്, അലിഖതാം, അലിഖൻ, അതുപോലെ വരും. ലോട്ട് വരുമ്പോൾ ലിഖതു, ലിഖതാം, ലിഖന്തു. വിധിലിംഗ് വരുമ്പോൾ ലിഖേത്ത്, അങ്ങനെ വരും. ലിഖേതാം, ലിഖേയുഹു. ഇനി പക്ഷേ ഋട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ട്. ലേഖിഷ്യതി, ലിഖിഷ്യതി അല്ല ലേഖിഷ്യതി. ഇത് നോക്കൂ, ഇതുപോലെ. അപ്പോൾ ലേഖിഷ്യതി, ലേഖിഷ്യത, ലേഖിഷ്യന്തി, ലേഖിഷ്യസി, അതുപോലെ. അപ്പോൾ അത് നിങ്ങൾ തന്നെ എഴുതണം. ഇത് രണ്ടെണ്ണം തന്നെ എഴുതി നോക്കും. അടുത്ത ദിവസം വേറൊരു വാക്കുമായിട്ട് വ്യത്യസ്തമായ വാക്കുകളായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.